ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വാൻറ്റേജിൽ എങ്ങനെയാണൊരു ഫോറക്സ് ട്രേഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഈ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ലിങ്കുണ്ട്. അതല്ലെങ്കിൽ എന്നോട് ചോദിച്ചാലും മതി. എൻ്റെ നമ്പരും വാട്സപ്പ് നമ്പരും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജിലേക്കാണ് വരിക. ആദ്യം നിങ്ങളുടെ കൺട്രി സെലക്ട് ചെയ്യുക. അതിനുശേഷം കൺട്രി സെലക്ട് ചെയ്യാനായിട്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആരെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്കത് ക്രിയേറ്റ് ചെയ്യാൻ എടുക്കാൻ പറ്റും. ഇന്ത്യ കിട്ടും. അല്ലെങ്കിൽ ഐ എന്നുള്ള ഭാഗം, റൈറ്റ് സൈഡിൽ ഐ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുകയോ മാനുവലായിട്ട് നിങ്ങൾ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുകയോ അങ്ങനെ എന്തൊക്കെയെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഇന്ത്യ വേണമെങ്കിൽ ഇന്ത്യ, യു എ വേണമെങ്കിൽ യു എ, ഖത്തറാണെങ്കിൽ അത്, സൗദി ആണെങ്കിൽ അത്, ഏതാണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക. അതിനുശേഷം ഈ കാണുന്ന 3 ഭാഗത്തും ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് വരുമ്പോൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി അടിക്കുക. അതിനുശേഷം ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്, പുതിയ പാസ്വേഡ്, വാൻറ്റേജിന് വേണ്ടിയിട്ടുള്ള പാസ്വേഡ്. അപ്പോൾ ആ പാസ്വേഡിൽ 8 മുതൽ 16 വരെ ക്യാരക്ടർ ആവാം. അതിൽ അറ്റ്ലീസ്റ്റ് ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം, ഒരു സ്മോൾ ലെറ്റർ ഉണ്ടായിരിക്കണം, നമ്പറുകൾ ഉണ്ടായിരിക്കണം, ഒരു സിമ്പൽ ഉണ്ടായിരിക്കണം. ഇതെല്ലാം വേണം. ഈ 4 താഴെ കാണുന്ന 4 ഗ്രീൻ ആവുന്ന നോക്കിക്കൊള്ളണം. എന്നാൽ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യൂ. അതിനുശേഷം സൈനപ്പ് കൊടുക്കുക. സൈനപ്പ് കൊടുക്കുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷനാണ് വരിക. അത് മുകളിലേക്ക് സ്ക്രോൾ ചെയ്താൽ താഴെ ഇതേപോലെ മുകളിൽ മാർക്ക് ചെയ്ത സ്ഥലത്തൊരു ടിക്ക് കൊടുക്കുക, പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ ഒരു OTP ചോദിക്കും. മെയിലിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ OTP കൊണ്ടുവന്ന് ഇവിടെ അടിക്കണം. അപ്പോൾ OTP വരുന്നതിന് മുമ്പ് തന്നെ ജിമെയിൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു മെയിലും വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ OTPക്ക് മുന്നേ തന്നെ അതായിരിക്കും ആദ്യം വരിക. ആ മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ക്ലയൻറ്റ് പോർട്ടൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ ക്ലയൻറ്റ് പോർട്ടലിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് OTP അവിടെ നിന്ന് അയക്കാൻ പറ്റും. അപ്പോൾ OTP വരും. അതുകൊണ്ടൊന്ന് അടിച്ചിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഇത് പിക്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്ന് തോന്നുന്നു. അതിനുശേഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങളുടെ ജിമെയിലും ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു പേജിലേക്കായിരിക്കും നിങ്ങൾ വരിക. അതിൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് വാൻറ്റേജ് ആപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം ഈ പേജിൽ തന്നെ മുകളിൽ കാണുന്ന ഞാൻ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടും. അതിൽ സെക്കൻഡ് വെരിഫിക്കേഷൻ എന്ന സ്ഥലത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജായിരിക്കും വരിക. ഇതിൽ വെരിഫൈ നൗ എന്ന് താഴെ കാണാം. ആ വെരിഫൈ നൗവിൽ നിങ്ങൾക്ക് വേണ്ട പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ തന്നെ OTP വീണ്ടും വരും മെയിലിലേക്ക്. ആ OTP കൊണ്ടുവന്ന് അടിക്കുക. OTP വരണമെങ്കിൽ ഇങ്ങനെ സെൻഡ് OTP എന്നുള്ള ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് വിടണേ. OTP അടിച്ചതിന് ശേഷം നിങ്ങളുടെ പ്രൂഫുകൾ അവിടെ 3 ഓപ്ഷൻ ഉണ്ടാവും. അതായത് ഈ ഭാഗത്ത് ഇത് മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ ഞാൻ ആ ഇമേജ് എടുക്കാൻ മറന്നു. ഇതിൻ്റെ താഴെ 3 എണ്ണം ഉണ്ട് മൊത്തം. ആ 3 ഭാഗങ്ങളിലും വേണ്ട ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഈ രീതിയിൽ 3 വെരിഫൈഡ് ആയിട്ട് വരും. അതിനുശേഷം നിങ്ങൾക്ക് ഫണ്ട് ഡിപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഏത് വേണോ എന്നൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതൊന്നും ഞാനിപ്പോൾ വീഡിയോയിൽ പറയുന്നില്ല. അതൊക്കെ വേണ്ടവർ എന്നോട് പേഴ്സണൽ സംസാരിക്കുക, എങ്ങനെയാണ് ഫണ്ട് ഡിപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ ഗൈസ്, ഈ രീതിയിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബൈ.